ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ചുറ്റും പല രൂപത്തിലുള്ള ശിർക്കുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ ശിർക്കുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവർ ആദ്യകാല മുശ്രിക്കുകളെക്കാളും മോശം അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഒരു തെളിവും പറയാതെ ഇവിടെ പോയാൽ നിങ്ങൾ ഒരു പക്ഷേ എന്നെ കളവാക്കാൻ സാധ്യതയുണ്ട്. ആദ്യകാല മക്കയിലുള്ള മുശ്രിക്കുകളെക്കാളും മോശം അവസ്ഥയിൽ ഇന്ന് ശിർക്ക് ചെയ്യുന്ന പലരും എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന സത്യാവസ്ഥ ഞാൻ തെളിവ് പറയാതെ പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ എന്നെ കളവാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതാ വളരെ കൃത്യമായി സഹോദരങ്ങളെ, ഖുർആനിലുള്ള തെളിവ് നിങ്ങൾ കേൾക്കുക, ഖുർആനിലുള്ള തെളിവുകൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ആദ്യകാല മുശ്രിക്കുകൾ അവർ ചെയ്ത ശിർക്ക് എങ്ങനെയായിരുന്നു? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തുന്നത് നോക്കൂ. അവരിതാ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, യാത്രകൾക്ക് വേണ്ടി മക്കയിൽ നിന്നും പിന്നീട് കപ്പൽ കയറി അടുത്ത രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്. അങ്ങനെ കപ്പൽ കയറുന്ന സമയത്ത്, കപ്പൽ ആടിയുലയുന്ന സമയത്ത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ അവർ ഇബാദത്ത് ചെയ്തിട്ടുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നത് അല്ലാഹു തആല പറഞ്ഞു തന്ന കാര്യമാണ്. നോക്കൂ, മക്ക മുശ്രിക്കുകൾ ഫഇദാ റകിബു ഫിൽ ഫുൽക്, അവർ കപ്പലിൽ കയറിയാൽ ദഅഉല്ലാഹ, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. എങ്ങനെയാണ് മക്ക മുശ്രിക്കുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്? മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി, ഒരു കളങ്കവുമില്ലാതെ, ലാത്തയോടല്ല, ഉസ്സയോടല്ല, മനാത്തയോടല്ല, അല്ലാഹുവിനോടൊപ്പം ഇവരൊരാളുടെ പേര് പോലും അല്ലാഹു തആല പരാമർശിച്ചിട്ടില്ല. അല്ലാഹു തആലയെ മാത്രം യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് പറഞ്ഞ് മക്കയിലുള്ള മുശ്രിക്കുകൾ കപ്പൽ ആടിയുലയുന്ന സമയത്ത് ജീവന് വേണ്ടി അവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്? അവർക്കറിയാം ഈ കടലിനെ നിയന്ത്രിക്കാൻ ലാത്തക്ക് സാധിക്കുകയില്ല. ലോകത്തെ നിയന്ത്രിക്കുന്നത് പോയിട്ട് ഈ കടലിനെ നിയന്ത്രിക്കാൻ ലാത്തക്കോ മനാത്തക്കോ സാധിക്കുകയില്ല. അല്ല, ഈ കപ്പലിനെ നിയന്ത്രിക്കാൻ പോലും ലാത്തക്കോ ഉസ്സക്കോ മനാത്തക്കോ സാധിക്കുകയില്ല. മറിച്ച് അല്ലാഹു തആലക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന കാര്യം അവർ മനസ്സിലാക്കുകയും അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ ഫലമ്മാ നജ്ജാഹും, അല്ലാഹു തആല പറയുന്നു, നാം അവരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിയാൽ, ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അവർ കരയിലേക്ക് എത്തിയാൽ ഇദാഹും യുശ്രികൂൻ, വീണ്ടും ഇതാ ലാത്തയോടും ഉസ്സയോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഥവാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അല്ലാഹു തആലയോട് മാത്രം പ്രാർത്ഥിക്കുമായിരുന്നു ആദ്യകാലത്തെ മുശ്രിക്കുകൾ എന്നാണ് പറഞ്ഞത്. ഇനി ഇന്നത്തെ കാലം നോക്കൂ സഹോദരങ്ങൾ, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇതുപോലെ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ടല്ലോ. ഇത് ഈയടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. മക്കയിലുള്ള അബൂജഹലും അബൂലഹബും പോലും പറയാത്ത കൊടിയ ശിർക്ക് ഇതാ പറഞ്ഞിരിക്കുന്നു. തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരു ഖലീൽ ബുഖാരി എന്ന് പറയുന്ന തങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്, അറിയുന്ന വ്യക്തിത്വം തന്നെയാണ്. ഇയാളുടെ സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇയാൾ പറയുകയാണ്, കുറെ ഐറ്റകൾ വരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മതിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽ ക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങത്ത് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. കപ്പലിൽ കയറി ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, കപ്പൽ ആടിയുലയുന്ന സമയത്ത് ഞങ്ങൾ ബദരീങ്ങളെ ബദരീങ്ങളെ എന്ന് വിളിച്ചപ്പോൾ, ബദരീങ്ങളോട് ആത്മാർത്ഥമായി പറഞ്ഞപ്പോൾ, ഇത് പറയുമ്പോൾ അയാൾ കരയുന്നുണ്ട്, കരഞ്ഞുകൊണ്ടാണ് അയാൾ പറയുന്നത്. ബദരീങ്ങളാണ് അയാളെ രക്ഷിച്ചത് എന്നാണ് സഹോദരങ്ങളെ നാവ് കൊണ്ട് അയാൾ പറയുന്നത്. മക്ക മുശ്രിക്കുകൾ ആ ശിർക്ക് പറഞ്ഞിട്ടില്ല, മക്ക മുശ്രിക്കുകൾ ആ കാര്യം പറഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ കപ്പൽ ആടിയുലയുമ്പോൾ സമാനമായ ഉദാഹരണമാണ്, മറ്റുദാഹരണമല്ല. സമാനമായ ഉദാഹരണം, സംഭവം കടലിൽ തന്നെ, കപ്പലിൽ തന്നെ യാത്ര. പ്രയാസം വരുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. ഇതാ ഇവിടെയുള്ള ചില ആളുകൾ അവർ അല്ലാഹു അല്ലാത്തവരോട്, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ബദരീങ്ങൾ ആരോടാണ് പ്രാർത്ഥിച്ചത്? ബദരീങ്ങളോട് പ്രയാസം വരുന്ന സമയത്ത് ഇസ്തിഗാസ നടത്തിയിട്ടുള്ളത് ബദർ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് ബദരീങ്ങൾ ഇസ്തിഗാസ നടത്തിയിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെയുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്?
പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അവർ പറയുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കണമെന്നാണ്, മൗലിദുകൾ നടത്തണമെന്നാണ്, റാത്തിബുകൾ നടത്തണമെന്നാണ്. ഇങ്ങനെയുള്ള അള്ളാഹു അല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥനകളും തേട്ടങ്ങളും അടങ്ങുന്ന വരികൾ ചൊല്ലണം, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് ഇവർ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളെക്കാളും കടുത്ത ഷിർക്കിലേക്കാണ് പല ആളുകളും ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു കാര്യം സഹോദരങ്ങളെ ചെറിയ രൂപത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. അതല്ലാതെ മറ്റു യാതൊരു ലക്ഷ്യവും സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് മുന്നിലില്ല. ഈ ശബ്ദം കേൾക്കുന്ന വളവട്ടണത്തുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ഒരു തെറ്റ് ബോധ്യപ്പെടണം. അവർക്ക് ഈ തെറ്റിൽ നിന്നും പിന്തിരിയാൻ സാധിക്കണം. പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം അവർ നടത്തണം. അങ്ങനെ അവരുടെ സ്വർഗം അത് അവർക്ക് ഉറപ്പാക്കാൻ സാധിക്കണം. നരകത്തിൽ ശാശ്വതമായി കിടക്കേണ്ടി വരുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ അവർക്കാർക്കും, ഒരു കുട്ടിക്കും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെയുള്ള പള്ളി ദർസുകളിൽ ഓതുന്ന കുട്ടികൾക്കുണ്ടാകാൻ പാടില്ല. അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കുണ്ടാകാൻ പാടില്ല. ഇവിടെയുള്ള ഒരു മഹല്ലിലുള്ള ഒരു ഖത്തീബിനും ഒരു ഇമാമിനും ഒരു ഖാദിക്കും ഉണ്ടാകാൻ പാടില്ല. മുഴുവൻ ആളുകളോടുമുള്ള ഗുണകാംക്ഷ മാത്രമാണ്.